പക്ഷേ അതിനനുസരിച്ച് ഇപ്പോൾ തെക്ക് ഭാഗത്തേക്ക് ഇപ്പോൾ പലപ്പോഴും ആരോപണം വന്നൊരു സംഗതി, തെക്ക് ഭാഗത്ത് ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ മത്സരിക്കാൻ വരെ പാടില്ല എന്ന് ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് പറഞ്ഞു എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ സന്ദർഭത്തിലൊക്കെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. മധ്യ കേരളത്തിലും തെക്കും പിന്നെ ഈ മലബാറിലൊക്കെ വളരെ ശക്തമായിട്ട് വലിയൊരു വിജയം നേടിയ പാർട്ടി എന്നുള്ളത് ഇത്തരം സംഗതികൾ എന്താണ്, ഇത്തരം ഒരു വിമുഖത പലപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് കോൺഗ്രസ്സിന് പൊതുവെ അങ്ങനെ നിലപാടില്ല. ഇപ്പോൾ KPCCക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യധാര ലീഡർഷിപ്പിലോ അങ്ങനെ ഒരു ധാരണയോ അങ്ങനെ ഒരു നിലപാടോ ഇല്ല. എന്നാൽ പ്രാദേശികമായി ചില പ്രദേശങ്ങളിലെ ആളുകൾ അത്തരം ചില സങ്കുചിതമായ ചിന്താഗതിക്കാരായ കുറേ ആളുകളുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് അത്രമാത്രം ശക്തമല്ലാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിനെ മുന്നണിയുടെ ഭാഗമായി ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടില്ല. അപ്പം എനിക്ക് തന്നെ അനുഭവം ഉള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. കാരണം ഞാൻ തെക്കൻ കേരളത്തിൽ നിന്ന് കല്യാണിച്ചൊരാളാണ്, പത്തനംതിട്ടയിൽ നിന്ന് കല്യാണിച്ചൊരാളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ബന്ധുവീടുകളും ആളുകളും ഒക്കെ ഉള്ള പ്രദേശങ്ങളൊക്കെ യാത്ര ചെയ്യുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും അവിടെയൊക്കെ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ളവർക്ക് നമ്മളൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പൊതുവായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവിടുത്തെ സംഗതികളൊക്കെ ചോദിച്ചറിയാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അവിടെയൊക്കെ വെച്ചാൽ ലീഗ് ദുർബലമായ സ്ഥലങ്ങളിൽ, വളരെ ശുഷ്കിച്ച സ്ഥലങ്ങളിലൊന്നും മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ പോലും അവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാണ്. അത് പ്രാദേശികമായ പ്രശ്നങ്ങൾ മാത്രമാണ്. അത് കാരണം അതിനപ്പുറത്തേക്ക് അതിനൊരു വലിയൊരു മാനം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം മധ്യ കേരളത്തിൽ തന്നെ എറണാകുളത്ത് ഈ സംവിധാനമില്ല. എറണാകുളത്ത് ലീഗ് ഉള്ളിടത്തൊക്കെ കോൺഗ്രസ് ശക്തമായി ലീഗിനൊപ്പം തന്നെയാണ്. ഉദാഹരണം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഉമാ തോമസ് ലീഗിൻ്റെ കൂടെ MLA ആണ് എന്ന രൂപത്തിൽ തന്നെയാണ് ലീഗിൻ്റെ ഒരു ലീഡർ. പക്ഷേ കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് നിതിൻ കിഷോർ, നമ്മുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് കോണിച്ചിഹ്നത്തിൽ മത്സരിക്കേണ്ട, സ്വന്തമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. പാർട്ടി കോണിച്ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് അത് പാർട്ടി അതിൽ നിന്ന് മാറി. അത് കാരണം അവിടെ ഓൾറെഡി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് പിന്നെ അവിടെ ഇപ്പോൾ ഈ ഒരു പൊതു സമയത്ത് ലീഗിനെ കൊണ്ടൊരു വിഭാഗീയത ഉണ്ടാവേണ്ട എന്നുള്ളവർക്ക് തന്നെയാണ്. മറിച്ച് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് കൊടുത്തൊരു സീറ്റിൽ പ്രേമേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടതാണ്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കൊല്ലത്ത് ലീഗിന്റെ സീറ്റിൽ നിന്നുള്ള രൂപത്തിൽ. ലീഗ് അത് അങ്ങനെയല്ല. അപ്പോൾ ഇതൊക്കെ പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ സാധ്യതകളാണ് നോക്കുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മനുഷ്യർ വളരെ കമ്മ്യൂണലായിട്ട് തിരിയും. ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റിൽ 2020 ജയിച്ചു. ആ സീറ്റിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, ഞാൻ മതം പറയണമല്ല, ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ്. അവിടെ അതായത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു വാർഡും കൂടിയാണ്. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളുടെ ഭാര്യ റിബൽ സ്ഥാനാർത്ഥി 150 വോട്ട് അവർ പിടിച്ചു. 150 വോട്ട് അവർ പിടിച്ചപ്പോൾ ഒരിക്കൽ പോലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു യൂണിറ്റ് പോലും ഇല്ലാത്ത 2020 ഒരു സ്ഥാനാർത്ഥി ഒരു ഫ്ലാറ്റിൽ മാത്രം, DLFൻ്റെ ഫ്ലാറ്റിൽ മാത്രം 250-ലധികം വോട്ടുള്ള ഒരു പ്രദേശം, ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട് അവിടെ. അവിടെയുള്ളൊരു കുട്ടിയാണ് സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നത്. ആ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ തന്നെ കുറേ ബിൽഡിങ്ങുകളിലായിട്ട് 250ഓളം വോട്ടുണ്ട്. അത്രയും വോട്ട് ആ സ്ഥാനാർത്ഥി പിടിച്ചു 2020-യുടെ. അപ്പോൾ ഇവിടെ 2020 വേറെ നെറ്റ്വർക്ക് ഓൾറെഡി അല്ല 150ഓളം വോട്ട് ഇവിടെ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥി പിടിച്ചു. അപ്പോൾ വെറും 11 വോട്ടിന് UDFൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. അപ്പോൾ പക്ഷേ അവിടെ ലീഗ് മത്സരിച്ച സ്ഥലങ്ങളിൽ തൃക്കാക്കര ക്ഷേത്രം, അത് തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ തലസ്ഥാനമാണ്. നല്ല ശതമാനം ഉയർന്ന ഹിന്ദുക്കളും ഒക്കെ താമസിക്കുന്ന ആ പ്രദേശത്ത് എല്ലാ കാലത്തും ജയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അവിടെ ജാതീയമായ അല്ലെങ്കിൽ അവിടെ കോൺഗ്രസോ പിന്നെ സംഘടനകളൊക്കെ UDF എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി കോണിച്ചിഹ്നത്തിൽ മത്സരിച്ചിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പ് മുമ്പത്തെ അവിടെ ജനറൽ വാർഡായിരുന്നപ്പോൾ യൂനിസ് ജയിച്ച 400ഓളം വോട്ടിനാണ്. അപ്പോൾ കോൺഗ്രസ് അവിടെയൊക്കെ, അതേപോലെ കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് മുസ്ലിം ലീഗിന് ഇത്തവണ കൂടുതലാണ്. പല്ലാരിമംഗലം പഞ്ചായത്തിൽ 2 സീറ്റോ 3 സീറ്റോ കഴിഞ്ഞ ശേഷം 9 സീറ്റോട് കൂടിയിട്ട് അധികാരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗ് വരികയാണ്. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഒന്നുമില്ലാതെ വിമത സ്ഥാനാർത്ഥി മാത്രം ജയിച്ചു കൊടുത്ത പ്രാവശ്യം 3 സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസ് കൂടി ചേർത്ത് നിർത്തുന്നതുകൊണ്ടാണ് ലീഗിന് വിജയസാധ്യത ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കായംകുളം മുനിസിപ്പാലിറ്റി അടക്കം കേരളത്തിലെ പല സ്ഥലത്തും കോൺഗ്രസ് ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലുള്ള ചില പ്രാദേശികമായ ആളുകൾ, കോൺഗ്രസ്സിലെ ഒരു തരം ചിന്താഗതിക്കാരായ ആളുകളുണ്ട്. അവർക്ക് ലീഗ് ഇപ്പം കേരളത്തിൽ, മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ
പല ഭാഗത്തും. പിന്നെ പ്രത്യേകിച്ച് ഈ ഓഫ് കോഴ്സ് മലപ്പുറം, കോഴിക്കോട്, പിന്നെ കണ്ണൂർ, കാസർഗോഡൊക്കെ പല നിലക്ക് മുന്നേറ്റം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നമ്മുടെ പിന്നെ ജില്ലാ പഞ്ചായത്ത്, വാർഡ്, അങ്ങനെ പല നിലക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മുന്നേറ്റത്തെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനൊരു സീറ്റ് വർധനയൊക്കെ ഉണ്ടെന്ന് ഒരു KMCCയുടെ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ അത്തരം ഫോറങ്ങളിലൊക്കെ അങ്ങനെ വാദം ഉന്നയിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് പാർട്ടി നേതൃത്വം? എനിക്ക് എൻ്റെതായ ഒരു സർക്കിൾ ചെറുതാണ്. അതെ. പക്ഷേ നമ്മുടെ കിട്ടാവുന്ന മേഖലകളിൽ ലീഡേഴ്സും ബന്ധങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും പറയണമെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇനിയും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണം. ആ മത്സരിക്കുന്നതോടൊപ്പം തന്നെ ഈ ദളിത് പിന്നോക്കക്കാരായിട്ടുള്ള ലീഡേഴ്സിനെയും കൂടി ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തി മത്സരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ഈഴവ മുസ്ലിം ഐക്യം കേരളത്തിൽ രൂപപ്പെടാനും അത് നേരത്തെ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ വിഭാവനം ചെയ്തിരുന്ന ഒരു വലിയ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഒരുമിച്ച് നടത്താൻ, പ്രത്യേകിച്ച് ഈഴവരെ BJP ഹൈജാക്ക് ചെയ്യപ്പെടുന്ന കാലത്ത് നല്ലവരായ വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യസ്നേഹികളായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകൾ അതാണ്. 99% അതാണ്. ചെറിയൊരു ന്യൂനപക്ഷത്തിലെ ആളുകൾ മാത്രമേ ഇത് പോകുന്നുള്ളൂ. അവരിന്നും ഈ ലീഗ് ആവാനും നല്ലൊരു ശതമാനം ആളുകൾ ആലോചിച്ച് നോക്കും മുസ്ലിം ലീഗ് ആവുന്നു. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ലൊരു ശതമാനം പിന്നോക്കക്കാർ ഈ ലീഗിൻ്റെ ബാനറിൽ മത്സരിക്കുന്നു, ലീഗിൻ്റെ ഭാരവാഹികളാകുന്നു. പണ്ട് കാലത്ത് ദളിത് പിന്നോക്ക പണ്ട് കാലത്ത് മുസ്ലിം ലീഗിന് ദളിത് ലീഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഹരിതയിലും MSFലൊക്കെ ധാരാളം കുട്ടികൾ യൂത്ത് ഹരിതയിൽ ഒരുപാട് ഭാരവാഹികളുണ്ട്. അവർക്ക് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും ലീഗിലേക്ക് ചെറുപ്പക്കാരികളൊക്കെ ലീഗിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കുറച്ചും കൂടി വായിക്കുകയും എഴുതുകയും കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരെ പരിഗണിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് കേരളത്തിലെ പിന്നോക്കക്കാർക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ലീഗ് തന്നെയാണ്. കാരണം അത് ദളിതുകളും പിന്നോക്കക്കാരെയും എല്ലാ കാലത്തും മുസ്ലിം ലീഗിന് അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ മഹാന സീറ്റ് മുതൽ സാഹിബുദലും കൊണ്ട് എല്ലാം അതിന് നേരത്തെ മുതൽ ഈ ലീഗ് അധികാരത്തിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങളെ പോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ദളിതുകളെയും ഹരിജനങ്ങളെയും ഈ പട്ടികജാതിക്കാരെയും ഈഴവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവരെയും കൂടി ഉയർത്തിക്കൊണ്ടുവരാനാണ് ലീഗ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എപ്പോഴും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാവുന്ന സാധനം, ഇത് ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാമുദായിക രാഷ്ട്രീയമാണ്. ലീഗിൻ്റെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ടാവേണ്ടുന്ന പ്രഥമ സംഗതി സംവരണം, ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ അതുപോലത്തെ ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് സംവരണ വിഷയത്തിൽ ഉൾപ്പെടെ വളരെ കൃത്യമായും ക്രിയാത്മകമായി ഇടപെടുന്ന പല സന്ദർഭത്തിലും ലീഗ് വളരെ സജീവമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ആരോപണം പുതിയ ജനറേഷനിലുള്ള പാർട്ടി അണികൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അല്ല, അത് തെറ്റായൊരു ധാരണയാണ്. കാരണം മുസ്ലിം ലീഗ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നപ്പോൾ അതിൻ്റെ മുമ്പ് സച്ചാർ കമ്മീഷൻ്റെ കണ്ടെത്തലുകളും പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന അച്യുതാനന്ദൻ്റെ കാലത്ത് സച്ചാർ കമ്മിറ്റിയെ ദുർബലമാക്കിക്കൊണ്ട് പാലോളി കമ്മിറ്റി വന്ന് അതിലും ചൂണ്ടിക്കാണിക്കപ്പെട്ട കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ നോക്കി പിന്നീട് വന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് നമുക്ക് ബാക്ക്ലോക്ക്, അതായത് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ സംവരണാടിസ്ഥാനത്തിൽ നികത്തണം, അവർക്കുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യണം എന്നുള്ള നിലപാട് UDF സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതിന് നിയമപരമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ സാധ്യതകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനെ പഠിച്ച് പഠനം നടത്തി. ഇപ്പോഴും നമ്മൾ സമരം നടത്തുകയാണ്. ഇപ്പോഴും +2 സ്കൂളുകളില്ല, മലബാറിൽ വേണ്ടത്ര സ്ഥാപനങ്ങൾ. സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ പക്ഷേ ഇതിങ്ങനെ പറയുമ്പോഴും അത് ലീഗ് വളരെ ധൈര്യത്തോടു കൂടിയുള്ള നിലപാടെടുക്കാത്തതുകൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒന്നുമില്ലാത്തതിൽ നിന്നും വലിയ ശൂന്യതായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് പിന്നെ CMS കോളേജുള്ള കാലത്ത് 160 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ കോളേജ് ഉണ്ടാവുന്നത്. അന്ന് മലബാറിൽ കോളേജില്ല. നമ്മൾ 100 കൊല്ലം ബാക്കിലാണ്. പലപ്പോഴും പല നാടുകളിലും ഇങ്ങനെ മലപ്പുറത്തും പിന്നെ നാദാപുരത്തോ മറ്റു പല സ്ഥലങ്ങളിലും ഈ സർക്കാർ സ്ഥാപനങ്ങൾ പിന്നെ ന്യൂനപക്ഷ സമുദായം കുറച്ചും കൂടെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സർക്കാരിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് സ്ഥലമായി കൊടുക്കേണ്ടത് സന്ദർഭമൊക്കെയാണ്. തെക്ക് ഭാഗത്ത് പലപ്പോഴും വരുന്നില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നുണ്ടാകുന്ന അവഗണനയല്ല. ഇതിനെതിരെ നമ്മൾ വളരെ ശക്തമായിട്ട് ലീഗ് മുന്നേറുന്നുണ്ട്. ലീഗ് മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് വരുമ്പോൾ പിന്നെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്നത് തന്നെ ഒരുതരം മോശം സംഗതിയല്ലേ? അല്ല, അത് നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് കോളേജ് ഉണ്ടാക്കുക എന്നുള്ളതിനർത്ഥം അത് ആവശ്യക്കാരന് ഔചിത്യമില്ലാന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ. അതായത് ഇപ്പം നമുക്ക് ആവശ്യമാണ് ഈ സാധനം പെട്ടെന്ന് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുക നമ്മൾ സാധാരണ ഒരു പ്രയോഗമുണ്ട്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ ഗവൺമെൻറ് സ്ഥലത്തിലെടുത്ത്
അതൊക്കെ കാലതാമസങ്ങൾ കൊണ്ടുണ്ടായി വരികയാണ്. അവിടെ അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അത് സംവിധാനങ്ങൾ മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മേൽ അധികാര സ്വാധീനം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മൾ കഴിയാതെ പോകുന്നിടത്ത് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ഭരിക്കുകയും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഫണ്ടിനേക്കാൾ കൂടുതൽ നാട്ടുകാരെ പൈസ ഉണ്ടാക്കാം എന്നൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും മലബാറിലെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് CH മുഹമ്മദ് കോയ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ആചാര്യന്മാരോടാണ് പറയണത്, നിങ്ങളുടെ മക്കളെ ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥലം സംഭാവന ചെയ്യുമെന്ന് പറയുമ്പോൾ 100 കണക്കിന് ഏക്കറാണ് ഇന്നത്തെ ആചാര്യന്മാർ സംഭാവന ചെയ്തത്. ഇന്ന് ചിലപ്പോൾ അവരുടെ ഈ പിൻതലമുറക്കാരായിട്ടുള്ള ഇന്നത്തെ തലമുറ ചിലപ്പോൾ ദാരിദ്ര്യം പിടിച്ചവരായിരിക്കും. അന്ന് എത്രയോ കോടികളുടെ സ്വത്തുകൾ കൊടുക്കാൻ, കാരണം ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം അടുത്തൊരു തലമുറക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ അങ്ങനെ കൊടുത്താണ്. ഇന്നും അതിൻ്റെയൊക്കെ ബാക്കികൾ എന്ന നിലയ്ക്ക് അതേ രക്തം സിരകളിലോടുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് തന്നെ ഒരു ഗവൺമെൻറ് പദ്ധതി പ്രഖ്യാപിച്ചത് അത് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടക്കട്ടെ, അത് നമ്മൾ കുറച്ച് ആൾ പൈസ എടുത്താലും വേണ്ടില്ല എന്ന ഒരു സാമാന്യ ബോധത്തിൽ നിന്നുണ്ടാവുന്ന ചില പ്രവണതകൾ മാത്രമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മേലെ ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ ചുവപ്പ് നാടിൽ കുടുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും മറികടന്ന് എത്രയും പെട്ടെന്ന് അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ കാണിക്കണം എന്നുള്ള അഭിപ്രായത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. നമ്മൾ ഭരണത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെയൊക്കെ മുട്ടൻ്റെ അടുത്ത് പോയി മുട്ടി തുറക്കപ്പെടേണ്ട വാതിലുകൾ തുറന്ന് അധികാരത്തിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ എല്ലാ വിഹിതവും ആ പ്രദേശങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനുള്ള ബാധ്യത ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് മുസ്ലിം ലീഗിനുണ്ട്. തീർച്ചയായിട്ടും അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചു മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഇപ്പം നമ്മൾ ആയിരക്കണക്കിന് ബൈത്തുർ റഹ്മ ഉണ്ടാക്കി, അതിൽ മഹാഭൂരിപക്ഷം ബൈത്തുർ റഹ്മ പിരിച്ചത് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ KMCക്കാരാണ്. പക്ഷെ അതിലെ മഹാഭൂരിപക്ഷം KMCക്കാർ ഈ സംഭാവന കൊടുത്തവരോ പിരിച്ചവരോ പിരിക്കാൻ നേതൃത്വം കൊടുത്തവർക്കോ സ്വന്തമായി വീടില്ലാത്തവരാണ്. മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിലെ മലബാറിൽ ധാരാളം ഡയാലിസിസ് സെൻ്ററുകളുണ്ട്, ശിഹാബ് തങ്ങൾ ഡയാലിസിസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഫണ്ട് പിരിക്കുന്നത് സൗദി അറേബ്യ നടക്കുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്, KMCക്കാരാണ്. പ്രിയപ്പെട്ട നാസർക്ക വെളിയങ്കോട് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നാട്ടിൽ രാഷ്ട്രീയത്തിൽ MSF മുതൽ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് തലത്തിൽ വിവിധ ഘടകങ്ങളിലൂടെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ എത്തിയിട്ടുള്ള നേതാവായിരുന്നു. ഇവിടെ വന്ന് KMCCയിലും വളരെ സജീവമായ ഒരു പ്രവർത്തകനും നേതാവുമാണ് അദ്ദേഹം. ഇത്ര നേരെയും നമ്മളോട് സംസാരിച്ചത് സ്വത്ത് രാഷ്ട്രീയം, ലീഗ് രാഷ്ട്രീയം, കൂടാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പല ചലനങ്ങൾ, പുതിയ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഒക്കെ അദ്ദേഹം പറഞ്ഞു. ഇത്രയും നേരം ദ മലയാളം ന്യൂസിന് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി. തീർച്ചയായിട്ടും സന്തോഷം. നിങ്ങളുടെ സാന്നിധ്യവും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും മലയാളം ന്യൂസിനോടും പ്രത്യേകിച്ച് വഹീദ് സമാനോടും അഷ്റഫ് സാഹിബിനോടൊക്കെ പ്രത്യേക നന്ദി.